ഹരിതകർമ്മസേനയുടെ ഒരു വാർത്ത വന്നു. ഇനി നിങ്ങൾക്ക് അവർക്ക് കാശ് കൊടുക്കണ്ട എന്നുള്ളൊരു വാർത്തയായിരുന്നു വിവരാവകാശ നിയമപ്രകാരം തപ്പിയപ്പോൾ. ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്തു. അതായത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, ഇത് നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ വെച്ച് പറയാം അറസ്റ്റ് ചെയ്യുവാന്ന്. പ്രേമിക്കുന്ന സമയത്ത് സെക്ഷലി വിഷയങ്ങളൊക്കെ സംസാരിക്കുമല്ലോ. അപ്പൊ ഇൻഡയറക്റ്റ് എനിക്ക് തുറന്നു തന്നെ സംസാരിക്കണമല്ല. ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ പെണ്ണും തുണി മറച്ച് നടക്കണമെന്നല്ല, ശരീരത്തെ ഇന്റൻഷനലി എക്സ്പോസ് ചെയ്യല്ലേ എന്നാ പറയുന്നത്. അത് മനസ്സിലാവുന്നുണ്ട്. ദിയ കൃഷ്ണ അതെന്തോ കത്തുന്ന വിഷയം തന്നെയല്ലേ. എനിക്ക് അതിലൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, എനിക്ക് തോന്നിയില്ല, ഞാൻ ചെയ്തില്ല. ഞാനല്ലല്ലോ ഇവിടുത്തെ കോടതി. പ്രമുഖ യൂട്യൂബർ അൽത്താഫിനെതിരെ 100ഓളം യുവതികളുടെ പരാതി. കൊതിപ്പിച്ച് കടന്നു കളഞ്ഞെന്നാണ് പരാതി. അത് സത്യമാ. ഇപ്പൊ 100 അല്ല, 1000 1000 ഒക്കെ ഉണ്ട്. റിയൽ ന്യൂസ് ആണ്. അതിന്റെ സൈഡ് ഇങ്ങോട്ട് എടുക്കുക, അത് സൈഡ് എടുക്ക്. ഇതൊക്കെ നോക്കണ്ടേ വ്യക്തമായിട്ട്. MA ന്യൂസ് മാമ ഇങ്ങോട്ട് ഇതൊന്ന് സൂം ചെയ്ത് നോക്കണം കുട്ടി. സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ട ഇനി എന്റെ എല്ലാം എന്തെങ്കിലുമൊക്കെ കാണും. അത് അതിനകത്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ, സൈഡിൽ എടുത്തിട്ട്. ആരും കണ്ടു കാണത്തില്ല. എന്നെ ഒക്കെ ഞാൻ തന്നെ ധാരാളം എന്ന് സ്വന്തം ഞാൻ. അതൊക്കെ രസമല്ലേ, കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. പിന്നെന്താ, എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നെ കണ്ടുപോയി ഞാൻ പല വീട്ടിലൊക്കെ കൊതിപ്പിച്ച് കളഞ്ഞിട്ട്. ആരും ഇങ്ങനെ ന്യൂസ് എടുക്കാത്തോണ്ട് സ്വന്തമായിട്ട്. പിന്നല്ലാതെ കൊടുക്കുന്നില്ല. എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്തോ അത് നമ്മള് ഒരു വിഷയത്തിന്റെ അത് പക്ഷേ ഫേക്ക് ന്യൂസാണ്, ഫേക്ക് കേസായിരുന്നു. ഹരിതകർമ്മസേനയുടെ ഒരു വാർത്ത വന്നു. അതായത് നമ്മുടെ വീട്ടിൽ കാശ് മേടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, കാശല്ല പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് അവർക്ക് കാശ് കൊടുക്കണ്ട എന്നുള്ളൊരു വാർത്തയായിരുന്നു വിവരാവകാശ നിയമപ്രകാരം തപ്പിയപ്പോൾ. ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്തു. അതായത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, ഇത് നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് ഞാൻ അവർക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ്. എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ വെച്ച് പറയാം അറസ്റ്റ് ചെയ്യുവാന്ന്. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് കുറേ മാധ്യമങ്ങൾ പുറത്ത് വരുന്നു, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഞാൻ മാധ്യമങ്ങളൊക്കെ എങ്ങനെ കാണിക്കും. എസ് ഐ എന്ന് പറയാൻ വളരെ മാന്യം ഞങ്ങളുടെ ഓച്ചറല്ലേ. മോനേടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പം നമുക്ക് ജാമ്യം കിട്ടും. എന്നിട്ട് എന്തോ ഞങ്ങളുടെ പഞ്ചായത്ത് പഴയ മെമ്പറൊക്കെ വന്ന് ഞങ്ങൾ വട്ടത്തിലൊക്കെ കസേരയിൽ ഇരുത്തി എന്നെ അപ്പം തന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അത് അത്ര ചെയ്തിട്ട് പോലും എനിക്ക് ഒന്നും വന്നില്ല. അത് മനസ്സിലായില്ലേ, എവിടെയും വന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ ചില രീതികളുടെ, നമ്മൾ അത്രത്തോളം അവിടെ അതായിട്ട് നിൽക്കുന്നുണ്ടാ. നാട്ടിലാണെങ്കിലും അല്ല, നമ്മളങ്ങനെ വാളി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അല്ലേ മൊത്തത്തിൽ അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ കേസ് വന്നിട്ട് ഒരു ഇതും ആയിട്ടില്ല. അതാ ഞാൻ പറയാം, അതാ സ്വന്തമായിട്ട് ഇതെങ്കിലും ഇട്ട് കൊടുത്തത്. അങ്ങനെ അസുഖമായിട്ട് ഷെയർ ചെയ്യുന്നോണ്ട് അപ്പൊ അകത്തായെന്ന് പറഞ്ഞ രീതിയിൽ. ഇതെന്താ ശരിക്കും അറ്റൻഷന് വേണ്ടി സീക്കിങ്ങിന് വേണ്ടി ചെയ്ത. പക്ഷെ ആ സമയത്ത് എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. മറ്റേത് കുറെ പേരുടെ ഹണി ട്രാപ്പ് വിഷയം വന്നായിരുന്നു, ആ സമയത്ത് ഇട്ടതാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ഫ്രണ്ടിന്റെ ഒരു ഇൻസിഡന്റ് അറിഞ്ഞു. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഇപ്പം ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് ഒരു ഇൻസിഡന്റ് അറിഞ്ഞത്. അതിന് റിയാക്ട് ചെയ്യാൻ പോവാ. അപ്പം ആ ഫ്രണ്ടിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെച്ചോ, എങ്ങനെയായിരിക്കും അതിന് വേണ്ടി റിയാക്ട് ചെയ്യുക? ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ആ വിഷയം ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നും ഞാൻ കേരളത്തിൽ കാണുന്ന മൊത്തം വിഷയങ്ങളും ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്ന മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ ചോദിക്കും നീ എന്തോ, ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ 5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല ഞാൻ കാശിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് തോന്നണം ആ വിഷയത്തിൽ ഇതുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ചെയ്യത്തില്ലെന്ന് പറയാൻ കാര്യം, എന്റെ സുഹൃത്തുക്കളിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നത്തില്ലാത്ത കാര്യം ചില കേസുകൾ മാത്രം അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള കേസുണ്ട്. അപ്പൊ അങ്ങനെ മൈൻഡ് ഞാൻ അങ്ങനെ അധികം ചെയ്യത്തില്ല. അല്ല, ഞാൻ എല്ലാ വിഷയം ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ 24/7 എല്ലാ വിഷയങ്ങളും ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഓക്കെയാ. ഇതിപ്പോ എന്തെങ്കിലും ഭയങ്കര അപരാധമാണെങ്കിൽ ഓക്കെ കേട്ടോ. ചെറിയ കാര്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. വലിയ എന്തെങ്കിലും അപരാധമാണ് അവൻ കാര്യം, അല്ലെങ്കിൽ അവള് കാരണം ഒരു വലിയ പ്രശ്നം സ്കാം നടന്നിട്ടുണ്ട് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വിഷയം. ഞാൻ പറഞ്ഞത് അതല്ല, ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത വലിയ സമൂഹത്തിൽ സംസാരിക്കേണ്ട വിഷയം. ഞാൻ അങ്ങനത്തെ വിഷയം ഒന്ന് ചോദിച്ചേ, കേരളം മുഴുവൻ കത്തുന്ന വിഷയങ്ങളാണെന്ന് ചോദിച്ചേ. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തെറ്റാന്ന് തന്നെ പറയാം, ഒരു സംശയമൊന്നുമില്ല. അല്ല, ഞാനായിട്ട് ആ വിഷയത്തെ മറിഞ്ഞു കിടക്കുന്ന ഒരു കാര്യത്തെ കൊണ്ടുവന്ന് കാണിച്ച് അങ്ങനെ ഒരു ഇതില്ലെന്ന് പറയാം. അത് ഞാൻ കഴിവതും അവരുടെ പേഴ്സണൽ വിഷയസ് പറഞ്ഞു തീർക്കുകയല്ലേ ചെയ്യണ്ടേ. രണ്ടുപേരും ഉള്ള വിഷയങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയല്ലേ. ഞാൻ എന്റെ സോഷ്യൽ മീഡിയ കൊണ്ടിടുന്നത്. ഇവിടെ പലപ്പോഴും അങ്ങനെ സംഭവിക്കണ്ട. വിളിച്ചൊന്ന് പറയേണ്ട കാര്യമുള്ളൂ അവനോട്, ഇല്ലെ അവളോട് വിളിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാ നീ അങ്ങനത്തെ. ഉദാഹരണം ഞാൻ പറയാം, ഇവിടെ സ്കാം ഗെയിമുകൾ പലരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ വന്ന് എന്റെ സുഹൃത്തുക്കൾ പലരും ചെയ്തു. ഞാൻ വിളിച്ചു പറഞ്ഞാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് എനിക്ക് വീഡിയോ ചെയ്തുകൂടെ. പലരും വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് അത് റീച്ചുള്ള ആളെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പൊ നൈസായിട്ട് അവനെ നോക്കിയേക്കാം, അല്ലെ അവളെ നോക്കിയേക്കാം. ഞാൻ വിളിച്ചു പറഞ്ഞേ ആ വീഡിയോ ഇത് ഇഷ്ടമല്ല. അപ്പൊ അവരാണോ ശരി ഡിലീറ്റ് ചെയ്തേക്കാൻ വേണ്ടിയിട്ട് 2 പേര് പറഞ്ഞു. അപ്പൊ ഞാനതല്ലേ ചെയ്യണ്ടേ. അപ്പൊ അവരെ എന്തിനാ ഞങ്ങൾ സമൂഹത്തിൽ എനിക്ക് റീച്ചല്ല, അങ്ങനത്തെ റീച്ചല്ലല്ലോ, അവരെ കൊണ്ട് നോക്കി കിട്ടുന്ന റീച്ചല്ലല്ലോ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ അവരെ പറഞ്ഞ് തിരുത്താന്നുള്ളതാണ്. എനിക്ക് അത് പറ്റാത്ത കേസിലാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടത്. എനിക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത ആളാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ നിൽക്കുന്ന പൊതുവെ വന്ന ആളുകളുടെ. അപ്പൊ ഈ കണ്ടന്റ്സ് സബ്ജക്ട്സ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ചില കണക്ട് ആവുമല്ലോ, ഇതും ചെയ്യണം, ഇത് എന്തെങ്കിലും ഇതിലുണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ എല്ലാം ഇപ്പൊ ഭയങ്കര റീച്ച് കിട്ടുന്ന ഒരു വിഷയങ്ങൾ വന്ന് നടക്കാൻ നിൽക്കട്ടെ. ഇപ്പൊ എന്തോ
അഹാന കൃഷ്ണയുടെ വിഷയം എന്തോ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആ വിഷയം ദിയ സോറി ക്ഷമിക്കണം, ദിയ കൃഷ്ണയുടെ അതെന്തോ കത്തുന്ന വിഷയം തന്നെയല്ലേ. എനിക്ക് അതിലൊന്നും തോന്നിയിട്ടില്ല, ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, എനിക്ക് തോന്നിയില്ല, ഞാൻ ചെയ്തില്ല. ഞാനല്ലല്ലോ ഇവിടുത്തെ കോടതി. അപ്പൊ അത് ചെയ്യുന്നവരെ ചെയ്തോളും. പക്ഷെ എനിക്കത് കണക്ട് ആയില്ല, ഞാൻ ചെയ്തില്ല. എനിക്ക് അതിനെപ്പറ്റി വിഷയത്തിന് ആഴത്തെ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോയില്ല. ആഴത്തെ ഞാൻ ഒരു വിഷയം കഴിവതും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിവ് കിട്ടിയില്ല, ചെയ്തില്ല. ചിലപ്പോൾ ചെയ്തുകൂടാന്നുമില്ല. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കണക്ഷൻ തന്നു, അവർ ആരെങ്കിലും ഇരകൾ ഉണ്ടെങ്കിൽ വന്നാൽ അങ്ങനെയും ചെയ്തുകൂടാന്നുമില്ല. ഇപ്പൊ പല സബ്ജക്ട്സിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സിലേക്ക് റിയാക്ട് ചെയ്യുന്നത് ചിലപ്പം സീരിയസ് ആയിട്ട് തുടങ്ങിയ പിന്നെ തമാശകൾ കോമഡി ഒക്കെ കലർത്തി വരും. അത് നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള സാധനം. എനിക്ക് കോമഡിയാണ് ഭയങ്കര ഇഷ്ടം പണ്ട് മുതലേ. അപ്പൊ അത് പറഞ്ഞു വരുമ്പോ അങ്ങനെ ആയി പോകുന്നയാ. ഇത് തന്നെ എനിക്ക് കോമഡിയാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഫസ്റ്റ് സീരിയസ് മൊത്തം ആയി പോയത് സീരിയസ് ആവുകയാ. ഇപ്പൊ തന്നെ ഒത്തിരി ടൈം ആയെന്ന് തോന്നില്ലേ, കട്ട് ചെയ്ത് കളയണം. പിന്നല്ലോ എന്റെ സ്വതസിദ്ധം ഒന്നും വന്നില്ല. എനിക്ക് എന്ത് പറഞ്ഞാലും എക്സ്ട്രീം ആയിട്ട് പറയണം. എനിക്ക് എന്തുവാ സീരിയസ് ആണെങ്കിലും ഫൺ ആണെങ്കിലും കാമാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പറയണം. എനിക്ക് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പറ്റുന്നില്ല. ആരോടായാലും എനിക്ക് തുറന്നു തന്നെ പറയണം. എനിക്കല്ലാതെ ഇങ്ങനെ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് സെക്ഷലി വിഷയങ്ങളൊക്കെ സംസാരിക്കുമല്ലോ. അപ്പൊ ഇൻഡയറക്റ്റ് എനിക്ക് തുറന്നു തന്നെ സംസാരിക്കണമല്ല. അങ്ങനെയാണ് ആ വിഷയങ്ങളെല്ലാം എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് അടച്ചു വെച്ചൊന്നും ആരോടാണെങ്കിലും എനിക്ക് പറ്റത്തില്ല. അതായത് ഉമ്മച്ചാടെ രീതി ആയിരിക്കും. ഉമ്മ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള പറയും, മറച്ചു വെച്ചോണ്ട് സംസാരിക്കത്തില്ല. വീട്ടിലൊക്കെ എന്തെങ്കിലും ആരും ആക്രി പറക്കാൻ വരുന്നവരൊക്കെ ചിലപ്പം ചിലത് പറക്ക് ഉള്ള പോലെ തന്നെ പറയും, ഇത് എടുത്തോണ്ടോ അതെടുത്തോണ്ടല്ലേ വെച്ചിട്ട് ഓടാ എന്ന് പറയാനുള്ള അത് കാണിക്കും. കാരണം ഞങ്ങളുടെ വാപ്പ ഗൾഫിലായിരുന്നു. ഉമ്മച്ചായും ഞാനും 2 പെങ്ങന്മാരുമാണ്. അപ്പോൾ ഞങ്ങൾ അത്ര ഇതായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. പറയേണ്ടത് എടാ ഇറങ്ങി പോടാന്ന് പറയേണ്ടടുത്താണെങ്കിൽ വീട്ടിൽ കയറി വരുന്നവരത്ത് ഉടായിപ്പാന്ന് തോന്നി കഴിഞ്ഞാൽ പോടാന്ന് പറയാൻ തന്നെ അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് കണ്ടു തന്നെ ഞാൻ വളർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തും, അതായത് കുടുംബക്കാരുടെ അടുത്താണെങ്കിൽ തന്നെ ചേട്ടാനിയന്മാര് സഹോദരങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും ഈ പറയുന്ന തൊട്ട് അവർ അത് തിരുത്തേണ്ട പറഞ്ഞ് തിരുത്താനും എവിടെയാണെങ്കിലും കാര്യം പറയാനും അത് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത്. ഡിപ്ലോമാറ്റിക് പരിപാടി എനിക്ക് പറ്റത്തില്ല, സൂചിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ, ഞാൻ അവിടെ എനിക്ക് തോന്നി ഞാൻ പറയും. ഇപ്പൊ ഗ്രൂപ്പിൽ വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് മീറ്റിംഗ്, ഞാൻ അവരുടെ പേര് ആ കൂട്ടത്തിൽ എടുത്ത് പറയും. എനിക്കത് ഡിപ്ലോമാറ്റിക് പരിപാടി എനിക്ക് പലപ്പോഴും പറ്റാറില്ല. അത് ഡിപ്ലോമാറ്റിക് ആവണം, പക്ഷേ അങ്ങനെ പലയിടത്തും ആവണം. എനിക്കത് പറ്റത്തില്ല, എന്തുകൊണ്ടാണ് അറിയത്തില്ല. ചിലയിടത്ത് ചില സൂചിപ്പിച്ച് നിർത്തണം, പക്ഷേ എനിക്കങ്ങനെ തോന്നാറില്ല. ഉള്ള പോലെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ പറയുക കഴിയുക. ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ 2 എക്സ്ട്രീമിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് ഫീൽ ചെയ്യാറുണ്ടോ? ലൈക്ക് ഇക്കാടെ സ്വന്തം ക്യാരക്ടർ. ഇപ്പം നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് തോട്ട്സ്, അതേപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ എക്സ്പോസിങ്ങിന്റെ കാര്യത്തില് രണ്ടും 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, അതിന് ഈ രണ്ടിന്റെയും കൂടെ ബ്ലെൻഡ് ആണല്ലോ എന്റെ റിസൾട്ട് വരുന്നത്. ഞാൻ അതിൽ പറഞ്ഞല്ലോ, അത് എന്റേതായ കാരണങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ പെണ്ണും തുണി മറച്ച് നടക്കണമെന്നല്ല, ശരീരത്തെ ഇന്റൻഷനലി എക്സ്പോസ് ചെയ്യല്ലേ എന്നാ പറയുന്നത്. അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ 2-3 സ്ത്രീകളുടെ പേര് എടുത്ത് പറയാം, പേരല്ല. എക്സ്പോസ് മീൻസ് അവരുടെ ശരീരത്തിന്റെ പ്രത്യേക അവയവങ്ങൾ അവർ കാണിക്കുക, അത് വിറ്റ് അവർ വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ വേറൊരു പെണ്ണ്, വേറെ പേര് എനിക്കറിയത്തില്ല, അവരും വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അവരെന്താ അവിടെ മാർക്കറ്റ് ചെയ്യുന്നേ. അവരവിടെ അതിനൊന്നും യോജിക്കാത്ത, അതാ ചിലർ എടുത്ത് പറഞ്ഞേ, അതിനെ യോജിക്കാത്ത. അല്ലാതെ എനിക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാവരും ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ് ഇടുന്നത്. അവരൊക്കെ ആണെങ്കിൽ പിന്നെ അവരാരും എന്നോട് കൂട്ടുകൂടത്തില്ലല്ലോ. നമുക്കറിയാം, അവർ കംഫർട്ട്, അവർക്ക് നമ്മുടെ കണ്ണി നോക്കി, എനിക്ക് അവരുടെ കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരൊക്കെയാണ്, ഞാനും ഓക്കെയാണ്. പക്ഷെ മറ്റേത് ഇന്റൻഷനലി അവരെ ഹൈഡ് ഇല്ല. അവർ പറയണം ഓക്കെ ഞങ്ങളുടെ ശരീരം വിറ്റാ ജീവിക്കുന്നത്. ഇത് അതല്ല. എന്നിട്ട് ഇതെല്ലാം വന്ന് കാണിക്കുക, അതിൽ ചോദ്യം ചെയ്ത് ചീത്ത വിളിച്ചാൽ അവർക്ക് നീ ഒറ്റ അമ്മയെ പോടാൻ മറ്റേ അതായത് അപ്പൊ അവരല്ലേ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ മാർക്കറ്റിംഗ് അതായിരിക്കും, അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്, കാശും കിട്ടുന്നുണ്ട്. നമ്മളിതെന്ന് പറയുന്ന പോലല്ല, അവർക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയുന്നു എന്നുള്ളതാണ്. പലർക്കും തോന്നിയിട്ടുണ്ട്, പലരും കമന്റിലൂടെ ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഏതിനും കമന്റിൽ ഒരു മര്യാദ കാണിക്കുക എന്നുള്ളതാണ്. പറ്റുന്നില്ല, 2 തവണ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, കാണാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.